ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് പറയാൻ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ? അതിനെന്താണ് കാരണം? പേടിക്കണ്ട, ഇത് നിങ്ങളുടെ ഇന്റലിജൻസിന്റെയോ ഡെഡിക്കേഷന്റെയോ പ്രോബ്ലം അല്ല, മറിച്ച് നിങ്ങൾ ഇംഗ്ലീഷിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലാണ് പ്രശ്നം. എന്തൊക്കെയാ നമ്മുടെ പ്രോബ്ലംസ് എന്ന് നോക്കിയാലോ. ഫോക്കസിങ് ടു മച്ച് ഓൺ ഗ്രാമർ. ഒരുപാട് ഗ്രാമർ ശ്രദ്ധിക്കുക. നമ്മൾക്ക് ഈ ഐഡിയ എവിടുന്നാ കിട്ടിയതെന്നറിയില്ല. എല്ലാവരുടെയും വിചാരം ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഗ്രാമർ പൂർണ്ണമായിട്ടും അറിഞ്ഞിരിക്കണം എന്നതാണ്. എന്നാൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് വളരെ നാച്ചുറൽ ആയിട്ട് ആദ്യമൊക്കെ സംസാരിച്ചു തുടങ്ങുക. അത് 100% കറക്റ്റ് ആവണമെന്നൊന്നുമില്ല, പെർഫെക്റ്റ് ആവണമെന്നുമില്ല. പക്ഷേ ഗ്രാജുവലി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പതുക്കെ പതുക്കെ സംസാരിക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ മലയാളം സംസാരിച്ചു തുടങ്ങിയപ്പം വാക്യം, സമാസം, സന്ധി ഇതൊക്കെ അറിഞ്ഞിട്ടാണോ നിങ്ങൾ സംസാരിച്ചു തുടങ്ങിയത്? അല്ലെങ്കിൽ ഇപ്പോഴും ഇതൊക്കെ അറിഞ്ഞിട്ടാണോ നിങ്ങൾ സംസാരിക്കുന്നത്? അല്ലല്ലോ. ഇംഗ്ലീഷും അതുപോലെ തന്നെയാണ്. നോട്ട് പ്രാക്ടീസിങ് സ്പീക്കിംഗ് ഇനഫ്. സ്പീക്കിംഗ് എന്നും പ്രാക്ടീസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് നീന്താൻ പഠിക്കണമെങ്കിൽ അത് നീന്തി പഠിക്കുക തന്നെ വേണം, അല്ലേ? അല്ലെങ്കിൽ ഒരു സ്വിമ്മിങ്ങിന്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നാൽ അത് നിങ്ങൾ പഠിക്കുവോ? അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന കാര്യത്തിലും. നമുക്കെല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഡെയിലി ഒരു 5 മിനിറ്റ്, ഒരു 5 ദിവസം നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? മെമ്മറൈസിങ് ഇൻസ്റ്റെഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. മനസ്സിലാക്കാതെ കാണാപ്പാഠം പഠിക്കുക. കാണാതെ കുറച്ച് വേർഡ്സ് പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന വേർഡ്സ് എല്ലാം നിങ്ങൾ എന്ത് കൊടുക്കണം? ഡെയിലി സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യണം. നമ്മൾ ഒരുപാട് വേർഡ്സും ഫ്രേസസും ഒക്കെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിൽ നിന്നൊക്കെ കാണുന്നുണ്ട്, അല്ലേ? അത് കേൾക്കുമ്പോൾ ആഹാ അടിപൊളി, കൊള്ളാം എന്നൊക്കെ നമ്മൾ പറയും. അത് നിങ്ങൾ എന്ത് കൊടുക്കും? ഷെയർ ചെയ്യും, സേവ് ചെയ്യും, അതൊക്കെ ചെയ്യും. പക്ഷെ നിങ്ങളുടെ ഡെയിലി യൂസിൽ, നിങ്ങളുടെ ലൈഫിൽ അതൊക്കെ യൂസ് ചെയ്യാറുണ്ടോ? ആ വേർഡ്സും ഫ്രേസസും ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ്. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തെറ്റുമോ എന്നുള്ള പേടി. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് മറ്റുള്ളവർ എന്ത് പറയും, ചിന്തിക്കും എന്നുള്ളത്. മോസ്റ്റ്ലി എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കാത്തതിന്റെ പ്രധാന കാരണവും അതാണ്. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. ഇപ്പോൾ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെല്ലാം ഒരു കാലത്ത് ബിഗിനേഴ്സ് ആയിരുന്നു. അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനൊന്നും അറിയില്ലായിരുന്നു. അവർ പ്രാക്ടീസ് ചെയ്ത് ഗ്രാജുവലി ആണ് ഇപ്പോൾ ഇവിടെ വരെ എത്തിയത്. ഞാൻ നേറ്റീവ് സ്പീക്കേഴ്സിനെ പറ്റി അല്ല പറയുന്നത്, നമ്മൾ മലയാളികളെ പറ്റിയാണ് പറയുന്നത്. ഇതിന്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണ്? ഡെയിലി നിങ്ങൾ സിമ്പിൾ സെന്റൻസിൽ ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങുക. ഫോർ എക്സാമ്പിൾ, ഐ വോണ്ട് എ കോഫി, അല്ലെങ്കിൽ വാട്ട് ഈസ് എ ടൈം നൗ, അങ്ങനെയൊക്കെയുള്ള സിമ്പിൾ സെന്റൻസ്. ഇത് നിങ്ങൾ എന്ത് കൊടുക്കണം? 5 മിനിറ്റ് എന്ന് സംസാരിക്കണം. അതുപോലെ ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഫോണിൽ റെക്കോർഡ് ചെയ്യുകയും വേണം. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഗ്രാജുവലി നിങ്ങളുടെ സ്പീക്കിംഗ് ഇംപ്രൂവ് ആകുന്നത്. നമ്മൾ ശരിക്കും വളരെ ബ്ലെസ്ഡ് ആണല്ലേ? കാരണം നമുക്ക് ചുറ്റും ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. അതെല്ലാം നമ്മൾ എന്ത് കൊടുക്കണം? ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി, ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യണം. ഇഫ് ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, then why can't you?